ഈ പ്രക്ഷേപണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും അതിനോടൊപ്പം സംഭവിക്കുന്ന ഉത്തര ധ്രുവത്തിന്റെ കാന്തിക നീക്കവും വിനാശകരമായ ആഗോള ഭൂകമ്പവും ചർച്ച ചെയ്യപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അധികം പേരും അജ്ഞരാകയാൽ വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് ജനത്തെ വഞ്ചിക്കുന്ന ഈ കാലയളവിൽ ഈ പ്രക്ഷേപണം അത്തരത്തിലുള്ള വഞ്ചനയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നിങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. യേശു ഭൂമിമേൽ കാൽ കുത്തുന്ന ആ ദിവസം ഭൂമിയിൽ ഒരു ധ്രുവമാറ്റം സംഭവിക്കും. യെശയ്യാ 24:19 പറയുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. വെളിപ്പാട് 6:12 6 മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഉത്തര ധ്രുവ ചലനം നക്ഷത്രങ്ങളെ ഭൂമിമേൽ പതിപ്പിക്കുന്നു. ആകാശം ചുരുൾ പോലെ മാറിപ്പോകുന്നത് മൂലമുണ്ടാകുന്ന ശൂന്യത ഭൂമിയുടെ പ്രതലത്തിലുള്ള അന്തരീക്ഷത്തെയും മുകളിലേക്ക് വലിച്ചെടുക്കുന്നു. ഇത് ഒരു മേഘച്ചുരുൾ ഉണ്ടാക്കുന്നു. ആഗോള ഭൂകമ്പം നിമിത്തമുണ്ടായ പൊടിയും ചാരവും കൂടെ ഇത് വലിച്ചെടുക്കുന്നു. ഭൂമി കണ്ടു വിറയ്ക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. വെളിപ്പാട് 16:20 സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതെയായി. വെളിപ്പാട് 6:15 ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതവണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതവണ്ണവും ഞങ്ങളെ മറയ്ക്കുവിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽക്കുവാൻ കഴിയും? ആഗോള ഭൂകമ്പം നിലയ്ക്കാത്തതുപോലെ കാണപ്പെടും, ആർക്കും നിൽക്കുവാൻ കഴിയുമില്ല. ആ ദിവസം ആകാശം ഒരു മേഘച്ചുരുൾ പോലെ മാഞ്ഞുപോകും, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്നും വീഴും, ലോകത്തിലെ എല്ലാ പട്ടണങ്ങളിലുമുള്ള കെട്ടിടങ്ങളൊക്കെയും തകർന്നു പോകും, അനേകർ കൊല്ലപ്പെടും. യെശയ്യാ 30:25 പറയുന്നു, മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴും. വെളിപ്പാട് 16:21 പറയുന്നു, താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. ആഗോള ഭൂകമ്പം മൂലമുണ്ടായ പൊടിയും ചാരവും ആകാശത്തിലേക്ക് ഉയർന്നിട്ട് അതിശൈത്യമായ ആ അന്തരീക്ഷത്തിൽ 100 താലന്തോളം ഘനമുള്ള കല്ലുകൾ ഉണ്ടാക്കുന്നു. ഇവ കൽമഴയായി താഴെ ഭൂമിയിലേക്ക് പതിക്കുന്നു. മത്തായി 24:30 പറയുന്നു, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. വെളിപ്പാട് 1:7 പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, ഭൂമിയിലെ സകല മനുഷ്യരും അവനെ കാണും എന്ന് ദൈവവചനം പറയുന്നു. ഉത്തര ധ്രുവചലനം കാരണം ഭൂമി കിടുകിടെ കിടുങ്ങുകയാൽ ഭൂമിയിലെ സകല മനുഷ്യർക്കും ആകാശമേഘങ്ങളിൽ കർത്താവ് വരുന്നത് കാണുവാൻ കഴിയും. 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതിന് ഉൾപ്രാപണം എന്ന് പറയുന്നു. ആഗോള ഭൂകമ്പം തുടങ്ങുമ്പോൾ ഇത് സംഭവിക്കുന്നു. മനുഷ്യവർഗത്തിന്മേൽ ചൊരിയുന്ന ദൈവത്തിന്റെ മഹാക്രോധത്തിൽ പെടാതെ വണ്ണം
അങ്ങനെ അവർ രക്ഷ പ്രാപിക്കും. മഹാപീഡയുടെ കാലത്ത് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ എല്ലാ വിശ്വാസികളും ഉയർത്തെഴുന്നേറ്റ ദൈവജനത്തോടൊപ്പം ഒന്നിച്ച് ചേർക്കപ്പെടും. ഭൂമിയുടെ 4 അറുതികളിൽ നിന്നും ദൂതന്മാർ ഇവരെ ചേർത്തുകൊണ്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എത്തിക്കും. അവർ കർത്താവിനോട് കൂടെ യെരുശലേമിലേക്ക് വരും. വെളിപ്പാട് 19:11 പറയുന്നു, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. സെഖരിയ 14:4 പറയുന്നു, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയ ഒരു താഴ്വര ഉളവായി വരും. ഇവിടെ നിന്ന് യേശു എതിർ ക്രിസ്തുവിനോടും അവന്റെ സൈന്യത്തോടും ഇസ്രായേലിനും യെരുശലേമിനും എതിരായി എഴുന്നേറ്റിരിക്കുന്ന അറബി ജാതികളോടും യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു പോകും. യോവേൽ 3 യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരുശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും. വെളിപ്പാട് 19:14 പറയുന്നു, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്തു കയറി അവനെ അനുഗമിച്ചു. യോവേൽ 2:4 പറയുന്നു, അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ, അവർ കുതിരച്ചേവകരെ പോലെ ഓടുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജ്വാല താളടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജനം പോലെയും തന്നെ. അവരുടെ മുൻപിൽ ജാതികൾ നടുങ്ങുന്നു, സകല മുഖങ്ങളും വിളറിപ്പോകുന്നു. അവർ വീരന്മാരെ പോലെ ഓടുന്നു, യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു. അവർ പാത വിട്ടുമാറാതെ താന്താന്റെ വഴിയിൽ നടക്കുന്നു. അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു. അവർ പട്ടണങ്ങളിൽ ചാടിക്കടക്കുന്നു, മതിലിന്മേൽ ഓടുന്നു. അവരുടെ മുൻപിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. യഹോവ തന്റെ സൈന്യത്തിനു മുൻപിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവൻ ആർ. വെളിപ്പാട് 19:19 പറയുന്നു, കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഈ ഗന്ധകം കത്തുന്ന സ്ഥലം ഒരുപക്ഷെ യേശുക്രിസ്തു ഒലിവ് മല വിഭവിച്ചപ്പോൾ ഉണ്ടായ താഴ്വരയിലായിരിക്കാം. മനുഷ്യർ കാണെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വ്യാജമായ വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജനത്തെ മൃഗത്തിന്റെ മുദ്രയും ഏൽപ്പിക്കുകയും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുമാറാക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും അന്ത്യക്രിസ്തുവിനെയും ദൈവം ഇവണ്ണം ന്യായം വിധിച്ചു. അതിനുശേഷം യേശു യെരുശലേമിനെതിരെ അണിനിരന്നിരിക്കുന്ന അറേബ്യൻ സൈന്യങ്ങളോട് യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു പോകും. മെഗിദോ താഴ്വരയിലായിരിക്കും അർമ്മഗദോൻ എന്നു പേരുള്ള ഈ പ്രസിദ്ധമായ യുദ്ധം നടക്കുന്നത്. യഹൂദ ജനത്തിന്റെ അവസാനത്തെ ശേഷിപ്പിനെ നശിപ്പിക്കുവാൻ ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുന്ന 10 അറബിയ രാജാക്കന്മാരോടും അവരുടെ സൈന്യത്തോടുമായിരിക്കും യേശു യുദ്ധം ചെയ്യുക. വെളിപ്പാട് 19:12 പറയുന്നു, അവന്റെ കണ്ണ് അഗ്നിജ്വാല. വെളിപ്പാട് 19:15 പറയുന്നു, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കത്തിപ്പടരുന്നൊരു തീ പോലെ മുഴുവൻ അറേബ്യ സൈന്യത്തെയും നശിപ്പിച്ചു കളയും. എഹെസ്കേൽ 39:19 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എന്റെ മേശയെങ്കിൽ കുതിരകളെയും വാഹന മൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകും. അങ്ങനെ ഞാൻ തങ്ങളുടെ ദൈവമായ യഹോവയെന്ന് ഇസ്രായേൽ ഗൃഹം അറിയും. വെളിപ്പാട് 20:1 പറയുന്നു, അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം
ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. മത്തായി 25:31 പറയുന്നു, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാൺമാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഇപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല; അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല; രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാൺമാൻ വന്നില്ല എന്നരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുത്തരം അരുളും. ഇവർ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. മഹാപീഡയുടെ കാലത്ത് വിശക്കുന്നവരും ദാഹിക്കുന്നവരും രോഗികളും വിശ്വാസം മൂലം തടവിലാക്കപ്പെട്ടവരുമായ ക്രൈസ്തവ ജനത്തെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എല്ലാ അക്രൈസ്തവരും അന്ന് കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ചെയ്യപ്പെടും. ക്രൈസ്തവരായ ജനത്തിന് സഹായം നിരസിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്ത സകലരും അന്ന് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടപ്പെടും. അവരോടൊപ്പം മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിച്ച സകല ജനത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആ ന്യായവിധി എത്ര ഭയാനകമായിരിക്കും! കാരണം വെളിപ്പാട് 14:11 പറയുന്നു, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുന്ന വിധം ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. യേശു വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ആർക്കും നിങ്ങളെ ഇനി വഞ്ചിപ്പാൻ കഴിയുകയില്ല. അന്തിക്രിസ്തുവും കള്ളപ്രവാചകന്മാരും ധാരാളം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ജനത്തെ വഞ്ചിക്കും എന്ന് യേശു പറയുന്നു. മർക്കോസ് 13:6 പറയുന്നു, ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. മത്തായി 24:24 പറയുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:4 കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. ആരും ഏതു വിധേനെ നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ചു. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. ഈ മനുഷ്യൻ മധ്യപൂർവ്വ പ്രദേശത്തും യെരുശലേമിലുള്ള അനേകരെ വഞ്ചിക്കും. അവൻ യെരുശലേം ദേവാലയത്തിൽ ഇരുന്ന് സ്വയം ദൈവം എന്ന് വിശേഷിപ്പിക്കും. കള്ളപ്രവാചകൻ തന്നെ സ്വയം യേശുക്രിസ്തു എന്ന് പ്രഖ്യാപിക്കും എന്ന് പല വചന വ്യാഖ്യാനികളും വിശ്വസിക്കുന്നു. വ്യാജമായ അനേകം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ജനത്തെ തെറ്റിലേക്ക് നയിക്കും. അനേകർ ഈ കള്ളപ്രവാചകനിൽ വിശ്വസിക്കും. അതുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഞാൻ ദൈവമെന്നോ ക്രിസ്തു എന്നോ പറഞ്ഞ അനേകർ എൻ്റെ നാമത്തിൽ വരും എന്ന് യേശു മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത് ഭൂമി
മത്തനെ പോലെ ചാഞ്ചാടുകയും ആടുകയും ചെയ്യുന്ന ആ ദിവസത്തിലായിരിക്കും. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. യേശുക്രിസ്തുവിനെ നിരസിച്ചാൽ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെയായിരിക്കും നിരസിക്കുന്നത് എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയായാൽ അതിന്റെ ശിക്ഷാവിധി ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നിത്യകാലം ദണ്ഡനം അനുഭവിക്കുക എന്നതായിരിക്കും. ആ ന്യായവിധി എത്ര ഭയാനകമായിരിക്കും. പ്രിയ സ്നേഹിതരെ, ഇതാകുന്നു സത്യം. ദൈവപുത്രനെ തള്ളിക്കളയുന്നവർ നിത്യജീവനെയാണ് തള്ളിക്കളയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഏവർക്കും സൗജന്യമായി നൽകുന്ന ആ നിത്യജീവനെയാണ് ഒരുവൻ അങ്ങനെ നിരസിച്ചു കളയുന്നത്. ദൈവം നമുക്ക് സ്വതന്ത്രമായൊരു മനസ്സാക്ഷി തന്നിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുവാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എത്ര അധികമായാണ് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. യേശു നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ന്യായവിധി ദിവസത്തിൽ നാം ആരും കുറ്റമുള്ളവരായി കാണപ്പെടാതിരിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറുവാൻ തക്കവണ്ണം ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചത്. ക്രിസ്തുവിനെ നിരസിക്കുന്നവർ നമ്മോടുള്ള അതിമഹത്തായ സ്നേഹത്താൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയ രക്ഷകനെയാണ് നിരസിക്കുന്നത്. ആ സ്നേഹത്തെ നിരസിക്കുന്നവർക്ക് ലഭിക്കുന്ന പീഡ, ശിക്ഷാവിധി എത്ര ഭയാനകമായിരിക്കും. നിത്യരക്ഷ ആർക്കും വാങ്ങുവാൻ കഴിയുന്നതല്ല. ആകയാൽ ദൈവം അതിനെ സൗജന്യ ദാനമാക്കി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ഒരുവനും കർത്താവായ യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഏതൊരുവനും ഈ നിത്യരക്ഷ സൗജന്യമാണ്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനെ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിനായി അങ്ങ് ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുത്രനായ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്നും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കേണ്ടതിനായി ന്യായാധിപനായി വീണ്ടും വരുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ മാനസാന്തരപ്പെടുന്നു. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. എന്നെ അങ്ങയുടെ മകനായി മകളായി മാറ്റണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.